നമുക്കറിയാമല്ലോ എല്ലാം ഇന്നലെ പെട്ടെന്നായിരുന്നു വീണ്ടും 3 മാസത്തേക്ക് നമ്മളുടെ താരിഫിൽ ഉണ്ടാകുന്ന നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ നമുക്ക് ഹോളിഡേ ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് നമുക്ക് മാർക്കറ്റിൽ വന്നില്ല. ഇന്നെന്തായാലും മാർക്കറ്റ് അപ്പാണ്. എന്തായാലും ഞാൻ ആദ്യം രണ്ട് ഡിഫറൻസുകൾ പറഞ്ഞിരുന്നില്ല. ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് US ഡോളർ 100 ഇൻഡെക്സ് ഫ്യൂച്ചർ US ഡോളർ ഇൻഡെക്സ് ഫ്യൂച്ചർ താഴത്തേക്ക് പോയി. ഇപ്പോൾ 100 പൊട്ടിയിരുന്നു എങ്കിൽ തന്നെ 100ൽ ഇപ്പോൾ ഏകദേശം അടുത്ത് നിൽക്കണം. ഇത് താഴത്തേക്ക് പോകുന്നത് വേൾഡിലെ എല്ലാ കറൻസിക്കും പോസിറ്റീവാണ്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ചെറിയ റിക്കവറി എല്ലാവരുടെയും തിരിച്ചു വരുന്നത്. കാരണം ഇവിടെ ഡോളറിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വരുന്നത് തന്നെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നത് എന്ന് പറയാം. അതിൻ്റെ ഒരു ബിഹാവിൽ നമുക്ക് കറൻസിയിൽ ഇഷ്യൂസ് വരും. നമ്മുടെ മാർക്കറ്റിൽ കറൻസി അതിൻ്റെ പേരിൽ വലിയൊരു ഡ്രാഗിങ് വന്നില്ല. നമ്മൾ 90ലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടേക്ക് പോകാത്തതിന് മെയിൻ കാരണം ഈ US ഡോളറിൻ്റെ ഇൻഡെക്സ് താഴ്ത്തേക്ക് പോവുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, US ഈ ഇഷ്യൂസിൽ നിൽക്കുന്ന കാലം വരെ അവർക്ക് ഇൻഫ്ലേഷൻ ഇപ്പം അധികം വരുന്നില്ല എന്ന് വെച്ചാൽ ഈ ഡോളർ ഇൻഡെക്സിലുള്ള ഈ വേരിയേഷൻ താഴ്ച തന്നെയാണ് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇത്രയധികം ക്രാഷ് കുറയ്ക്കുന്നത്. ഫ്യൂച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ US 30 ആണെങ്കിലും സ്ലൈഡ് ഡൗൺ ആണ്. അതുപോലെ തന്നെ US 55 സ്ലൈഡ് ഡൗൺ. ഇതിൽ നെഗറ്റീവ്സ് ഒന്നും വയ്ക്കാണ്ട് ഇത് പോസിറ്റീവ് എടുത്താൽ മതി. പോസിറ്റീവ് ചെറിയൊരു നെഗറ്റീവ് അല്ലേ ഉള്ളൂ, അത് പോസിറ്റീവ് ട്രെൻഡായിട്ട് എടുക്കാം. പിന്നെ യൂറോപ്പ് ഓപ്പൺ ചെയ്യുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള മൂവ്മെൻറ്റ് മാത്രമാണ് നെഗറ്റീവ് ഉള്ളൂ. അടുത്തൊന്ന് ശ്രദ്ധിക്കേണ്ട സെക്ടർ ഇൻഫോസിസിൻ്റെ ADR ആണ്. അതൊക്കെ ചെറിയ എല്ലാ IT സെക്ടറും ഇത്തിരി ഡൗൺ ആയിട്ട് അവിടെ കാണിക്കുന്നു. അപ്പോൾ IT മേഖല ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇവിടെ പറയാനില്ല, ഒരു നെഗറ്റീവ് ട്രെൻഡാണ് IT സെക്ടറിൽ കാണിക്കുന്നത്. മെയിനായിട്ട് TCSൻ്റെ റിസൾട്ട് വന്നു. TCSൻ്റെ റിസൾട്ട് കുറച്ച് എന്താ പറയുക പ്രതീക്ഷിച്ച് കിട്ടിയില്ല, എന്നാലും മാനേജ്മെൻറ്റ് അഭിപ്രായം അനുസരിച്ച് ഇൻലൈനിലേക്ക് കൊണ്ടുവരാം. ഓൾറെഡി വളരെയധികം താഴത്തേക്ക് ക്രാഷ് ചെയ്തൊരു കൗണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ന്യൂസ് നെഗറ്റീവ് ആയതുകൊണ്ട് കുറച്ച് താഴത്തേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഓൾറെഡി ഇത്രയും സെല്ലിങ് വീണ കൗണ്ടറിൽ മാനേജ്മെൻറ്റിൻ്റെ ഈ പോസിറ്റീവ് ടോക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്ര വലിയൊരു കറക്ഷൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. മാർക്കറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ എങ്കിലും നെഗറ്റീവ് പ്രതീക്ഷിക്കാം. അടുത്ത ഗോൾഡ് വീണ്ടും ഈ അൺസർട്ടനിറ്റി 3 മാസം കയറ്റിക്കുകയാണ്. അൺസർട്ടനിറ്റി 3 മാസം കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഗോൾഡ് വീണ്ടും പോസിറ്റീവ് ട്രെൻഡിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 ഗ്രാമിൻ്റെ വില ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഗോൾഡ് അൺസർട്ടനിറ്റി എവിടെയുണ്ടോ അവിടെ ഗോൾഡിന് മൂവ്മെൻറ്റ് വരും എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ ഈ ഗോൾഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ട്രേഡിങ്ങിൽ ആക്റ്റീവ് ആവും എന്നുള്ളത് കൊണ്ട് MCX കൗണ്ടറിന് ഹാപ്പിയാണ്. 3 മന്ത്സ് MCXൽ കൂടുതൽ ട്രേഡിങ് വരും. ഞാൻ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ട്രേഡിങ് കൂടുതൽ പറഞ്ഞിട്ട് MCXന് ഇത് പോസിറ്റീവ് ആണെന്നുള്ള എടുക്കുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സെക്ടറിൽ കൂടുതൽ ട്രേഡിങ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റിയിൽ. ഇപ്പോൾ കമ്മോഡിറ്റി സെക്ടർ നിങ്ങൾ പഠിക്കുക. കമ്മോഡിറ്റി സെക്ടറിൽ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് അത് പഠിക്കേണ്ടതാണ്. കാരണം നമുക്ക് എവിടെയാണ് ബിസിനസ് പ്രോഫിറ്റ് വരുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് അവിടെയാണ് നമ്മൾ അതിൽ മൂവ്മെൻ്റ് എടുത്ത് അതിൽ ട്രേഡ് ചെയ്യേണ്ടത്. ന്യൂസ് ബേസിൽ NBCCക്ക് ഗുഡ് ന്യൂസ് വീണ്ടും വലിയൊരു ഓർഡർ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ നല്ല ട്രെൻഡ് ബൈ തോന്നുന്നുണ്ട്. സ്പീഡ് കുറഞ്ഞ കൗണ്ടറാണ്. കൂടുതൽ നമ്പർ ഓഫ് ലോട്ട്സ് എടുക്കുന്നതനുസരിച്ചായിരിക്കും ബെനിഫിറ്റ് കൂടുതൽ കിട്ടാൻ വഴി. എങ്കിൽ തന്നെ ഒരു ഹോൾഡിംഗ് കൗണ്ടറാണ്. റിസൾട്ടുകളൊന്നും നോക്കാം. റിസൾട്ടിൽ നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ട റിസൾട്ടുകൾ പ്രധാനപ്പെട്ട വലിയ റിസൾട്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വലിയ റിസൾട്ട് ICICI GI വരുന്നത് 15-ാം തീയതി റിസൾട്ട് വരുന്നുണ്ട്. പൊട്ടൻഷ്യലിൻ്റെയും റിസൾട്ട് അപ്പോൾ ഈ കൗണ്ടറുള്ളവർ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഡേറ്റിൽ വരുന്ന റിസൾട്ടുകൾ അവർക്ക് പ്രായോഗികമായിട്ട് പ്രോഫിറ്റ് ലോസ്. അടുത്ത് IRDAയുടെ റിസൾട്ട് വരുന്നുണ്ട് 15-ാം തീയതി വരുന്നുണ്ട്. ഏഞ്ചൽ 1ൻ്റെ 16-ാം തീയതി റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കണ്ടർ ശ്രദ്ധിക്കുക. ഈ റിസൾട്ട് കണ്ടറിലാണ് ഇതിൻ്റെ ഹ്യൂജ് മൂവ്മെൻറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത് RILൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. RILൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട റിസൾട്ട് വിപ്രോൻ്റെ റിസൾട്ട് 16-ാം തീയതി, 16-ാം തീയതിയാണ്. HDFC Investment 16, HDFC Life 17, ഇൻഫി 17-ാം തീയതി റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ടാറ്റ എലക്സി റിസൾട്ട് വരുന്നുണ്ട്, മാസ്റ്റക് റിസൾട്ട് വരുന്നുണ്ട്, HDFC റിസൾട്ട് വരുന്നുണ്ട്, ICICI ബാങ്ക് റിസൾട്ട് 19-ാം തീയതി വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഇത്രയും റിസൾട്ടുകൾ, അതും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട്
മാർക്കറ്റിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഈ പർട്ടിക്കുലർ കൗണ്ടറുമുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും കൂടുതൽ. വളരെയധികം വീണ് കിടക്കുന്ന ഷെയർസുകൾ, വളരെയധികം താഴ്ത്ത് കിടക്കുന്ന ഷെയർസുകളിൽ റിസൾട്ട് മോശമായതുകൊണ്ട് വളരെയധികം താഴെ പോകാൻ സാധ്യതയില്ല. എന്നാൽ റിസൾട്ട് നല്ലതാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് റിക്കവറിയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം സെല്ല് ചെയ്യുന്നതിന് അത്ര അർത്ഥം കാണുന്നില്ല. കാരണം ഓൾറെഡി നല്ലോണം ഷൂട്ടപ്പ് ചെയ്ത് ഡൗൺ ആണ്. അപ്പോൾ എന്തെങ്കിലും പക്ഷേ റിസൾട്ട് നല്ലത് വയ്ക്കാൻ പറ്റിയെങ്കിൽ, ഇപ്പോൾ TCSൻ്റെ റിസൾട്ട് വന്നു അത്ര നല്ല റിസൾട്ടൊന്നും വയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല റിസൾട്ട് ആർക്കെങ്കിലും വയ്ക്കാൻ പറ്റിയെങ്കിൽ അവിടുന്ന് അത് ബൗൺസ് ബാക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. റിസൾട്ട് കളറിൻ്റെ ഏരിയയാണ് വളരെ അകലേക്കുള്ള ഡേറ്റ് വരെ എടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഇഷ്യൂസ് കഴിഞ്ഞുകൊണ്ട് വളരെയധികം റിസൾട്ട് കണ്ടിന്യൂവേഷൻ വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഈ 2 ദിവസം കഴിഞ്ഞ് വോളാരിറ്റി കുറഞ്ഞ് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച കൂടി വോളാരിറ്റി കുറഞ്ഞ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസ്ക്കും കുറയാൻ സാധ്യതയുണ്ട്. താങ്ക് യു.